ഗുഡ് മോർണിംഗ് ഒരു ബ്രേസ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഹിതത്തിന് പ്രകാരമാണ് നടക്കുന്നതെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കരുണ കൂടെ ഉണ്ടായിരിക്കും, കൃപ കൂടെ ഉണ്ടായിരിക്കും, പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, അല്ലേ? അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ യേശുവിലാണെന്ന് പറയുകയും പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ അങ്ങനെ ഒരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുമെന്നോ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഉള്ള കാര്യമല്ല, അല്ല. ദൈവത്തിൻ്റെ കരുണയിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാതെ പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലായിട്ട് നമ്മൾ പോകാതിരിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക, ദൈവത്തിൻ്റെ എന്താ പറയുന്ന ദൈവത്തിലുള്ള അനുസരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം യേശുക്രിസ്തുവിൻ്റെ കൂടെ എങ്ങനെയിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും യേശുവിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് യേശുവിൽ ജീവിച്ചുകൊണ്ട് യേശുവിനോട് അനുസരണയുള്ളവരായിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയും. നന്ദി പിതാവ്. കർത്താവ് വർഷിപ്പ് യു ആൻഡ് പ്രൈസ് യു മൈറ്റി ഫാദർ. അങ്ങനെ പോലത്തെ ഒരു ദൈവമില്ല. അങ്ങനെ സ്നേഹം ഞങ്ങളെ തേടിയെത്തിയതാണ് കർത്താവെ. ഇന്ന് അങ്ങയുടെ കൃപയിൽ നിലനിൽക്കാനാണ്, നിങ്ങളുടെ അനുസരണ ഉള്ളവരായിരിക്കാനുള്ള കൃപ തരുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടിയെത്തുക. നന്ദി പിതാവ്. വർഷിപ്പ് യു ഹോളി നെയിം. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രൈസ് യു ഹോളി നെയിം. പ്രൈസ് യു ഹോളി നെയിം. വർഷിപ്പ് യു മൈറ്റി ഫാദർ. വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. വർഷിപ്പ് യു ഹോളി നെയിം. താങ്ക് യു ജീസസ്. ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ കർത്താവെ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം നാഥ. ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. ഇൻ ജീസസ് നെയിം ആമേൻ. നമുക്കിന്ന് ജോണിലേക്ക് പോകാം. യോഹന്നാന്റെ എഴുതിയ സുവിശേഷത്തിന്റെ 19-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ. യോഹന്നാന്റെ 19-ന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പൈലറ്റിന് മുമ്പിൽ യേശുക്രിസ്തു നിൽക്കുന്ന കാര്യം, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തരം പിലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു പടയാളികൾ ഉള്ള ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പിലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ ഇവനിൽ ഒരു കുറ്റം കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്ര വസ്ത്രവും ധരിച്ചു പുറത്തു വന്നു. പിലാത്തോസ് അവനോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേകവരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്നാർത്ത് വിളിച്ചു. പിലാത്തോസ് അവനോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രൻ ആക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു. ഈ വാക്കു കേട്ടിട്ട് പിലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന്, നീ എവിടെ നിന്നും ആകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പിലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഈ 11-ാമത്തെ വാക്കൊന്ന് ശ്രദ്ധയിട്ട് വായിച്ചേ. മേലിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകില്ലായിരുന്നു. ഇത് യേശു തൻ്റെ ആ സമയത്ത് എന്താ പറയുക, പിതാവ് എന്താ പറയുക, പൈലറ്റിന് പിലാത്തോസിന് അധികാരം കൊടുത്തിരിക്കുകയാണ് യേശുവിനെ ഇങ്ങനെ എന്താ പറയുക സോൾജിയേഴ്സിനെ കൊണ്ട് അടുപ്പിക്കാനും അങ്ങനെ ക്രൂസിഫൈ ചെയ്യാനുള്ള അധികാരം പിതാവ് കൊടുത്തിരിക്കുക. അപ്പൊ പുത്രൻ പറയുവാണ്, ഈ അധികാരം മുകളിൽ നിന്ന്, അതായത് പിതാവ് നിനക്ക് അധികാരം തന്നില്ല എങ്കിൽ നിനക്ക് എൻ്റെ പുറത്ത് ഒരു അവകാശവും ഇല്ല, ഒരു അധികാരം നിനക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വളരെയധികം അനുസരണയുള്ള ഒരു വ്യക്തിയായിരുന്നു. പിതാവിനോട് വളരെ
വളരെയധികം അനുസരണയുള്ള വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. ഈ ലോകത്തിലേക്ക് വന്നതും നമ്മൾക്ക് വേണ്ടി ക്രൂശിതനാക്കപ്പെട്ടതും എല്ലാം പിതാവിനോടുള്ള അതിയായിട്ടുള്ള അനുസരണം കൊണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് അല്ലെ. യേശു അങ്ങനെ അനുസരണ കാണിച്ചില്ലായിരുന്നു നമ്മുടെ കാര്യം എന്താകുമായിരുന്നു. ആദം വഴി പാപം വന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്റർ അങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരുത്തൻ വീണു പോയത് കൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ആദം വഴി പാപം വന്നു, എന്താ മരണം വാഴുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് റൈറ്റസ്നെസ് കിട്ടിയിരിക്കുന്ന നമുക്ക് ദൈവം ജീവിതം നമ്മുടെ റൈച്ചസ്നെസ് എല്ലാം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം തന്നിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ ഇന്ന് ജീവിതത്തിൽ നമ്മൾ വാഴ്ന്നുകൊണ്ടിരിക്കുക. ഒരിക്കൽ മരിച്ചവരായിരുന്നു, ഇപ്പൊ മരണം വാഴ്ന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ള ജീവനാണ്, ദൈവത്തിന്റെ ജീവിതമാണ് വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ വാഴുന്നവരാക്കി മാറ്റിയിരിക്കുക. ഒരിക്കൽ മരിച്ചവരെ ഇന്ന് വാഴുന്നവരാക്കി മാറ്റിയിരിക്കുകയാണ് പിതാവ് നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അത് പുത്രന്റെ അനുസരണം കൊണ്ട് മാത്രമാണ് അല്ലെ. റൈച്ചസ് ആയിട്ടുള്ള ഒബീഡിയൻസ് ക്രോസ് ഓഫ് കാൽവറിയിൽ യേശുക്രിസ്തു ചെയ്തുകൊണ്ട് അല്ലെ. യേശു ലോകത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ രൂപത്തിലുണ്ടായിരുന്നപ്പോ ചെയ്തത് എല്ലാം പിതാവ് ചെയ്യാൻ പറഞ്ഞിരുന്ന കാര്യം മാത്രം. സംസാരിച്ചത് മൊത്തം പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 14-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും. യോഹന്നാൻ തന്നെ 14-ാമത്തെ ചാപ്റ്ററിൽ പോകും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നെ കാണുന്ന ഒരു പിതാവിനെ കാണുന്നല്ലേ. ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്താ പറയാ, പിതാവ് എന്നിൽ വസിക്കുന്ന പിതാവാണല്ലോ വർക്ക് ചെയ്യുന്നത് എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ ക്രൂശിൽ ആയിരുന്ന യേശുക്രിസ്തു അല്ലെ. 28-ാമത്തെ വാക്ക് ഇതേ ചാപ്റ്റർ 19-ന്റെ യോഹന്നാന്റെ 19-ന്റെ 28 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷം അല്ലെ സകലവും തികഞ്ഞിരിക്കുമെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോ ഇത് സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ്. 69-ാമത്തെ സങ്കീർത്തനത്തിന്റെ 69-ാം സംഘത്തിൽ 21-ാമത്തെ വാക്കാണത് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രോസ് ഓഫ് കാൽവറി വെച്ചും കൂടെ തന്റെ പിതാവ് സങ്കീർത്തനക്കാരൻ വഴി എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ പ്രോഫറ്റുമാർ വഴി എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യിക്കുന്നതിലായിരുന്നു യേശുക്രിസ്തുവിന് താല്പര്യം അല്ലെ. തന്നെ ഇത്രയും തന്റെ സൃഷ്ടി ചതച്ച് അരയ്ക്കുന്നത് അതിനെപ്പറ്റി ഒന്നും യേശു ബോധേഡല്ലാതെ തന്റെ പിതാവിന്റെ വാക്ക് അതേപടി തന്നെ പാലിക്കുന്നതിലായിരുന്നു യേശുക്രിസ്തുവിന്റെ എന്താ പറയുക ശ്രദ്ധ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. തന്റെ ശരീരത്തിനെയൊക്കെ ഒന്ന് മുറിവൊന്നും അദ്ദേഹത്തിന്റെ ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല. തന്റെ പിതാവിനോടുള്ള സ്നേഹത്തെ അതൊന്നും ബാധിക്കുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിതാവിന്റെ കൈകളിലേക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിതാവാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന്. ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നുള്ള കാര്യം പിതാവാണ് തീരുമാനിക്കുന്നത് അല്ലെ. ഞാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-ാമത്തെ വാക്കിൽ യേശുക്രിസ്തു എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ 19-17 മേൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ല. അപ്പൊ യേശുക്രിസ്തു തന്നെ പിതാവിന്റെ കയ്യിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിതാവാണ് യേശുവിന്റെ ജീവിതത്തിൽ എന്താണ് വരേണ്ടതെന്നുള്ള കാര്യം മനുഷ്യരായിരുന്നപ്പോ അല്ലെ ഈ ലോകത്തിൽ വെച്ച് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന പിതാവാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾക്കും നമ്മളെപ്പറ്റിയും ദൈവം പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ യേശുക്രിസ്തു പറയുന്നതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചലിക്കാതെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളുടെ സകല ഉത്തരവാദിത്വവും ദൈവത്തിന്റെ കൈകളിലാണ്. സകല കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ, ദൈവം അറിയാതെ എന്നല്ല പറയുന്നത്, ഇപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിനോട് അനുസരണ കാണിക്കാതെ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നത്, അതും അറിഞ്ഞുകൊണ്ട്. പക്ഷെ അറിയുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. തന്റെ മുകളില് ആർക്കും ഒരു അവകാശമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. നിനക്ക് എൻ്റെ മുകളിൽ ഒരു അവകാശമില്ല, ഇപ്പൊ അധികാരം നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് നിനക്ക് എൻ്റെ പൊക്കത്തുള്ള അധികാരം കിട്ടിയിരിക്കുന്നത് പിതാവ് തന്നിരിക്കുന്നതാണ് എന്ന് യേശു പറയുമ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഒരു അധികാരം ആർക്കും ഉണ്ടാകത്തില്ല നമ്മുടെ പൊക്കത്ത്, പിതാവിനല്ലാതെ. പിതാവ് കൊടുക്കുന്ന അനുസരിച്ചുള്ളത് വേറെ ആർക്കും ഒരു അവകാശം നമ്മുടെ പൊക്കത്തിൽ ഉണ്ടായിരിക്കത്തില്ല അല്ലെ. നമ്മള് യോഹന്നാന്റെ 14-ലേക്ക് പോകുമ്പോൾ 30-ാമത്തെ വാക്കില്
യേശുക്രിസ്തു ഇങ്ങനെ ഒരു വർത്താനം ഇങ്ങനെ പറയുന്നു. തന്റെ ശിഷ്യന്മാരോട് തന്റെ ക്രൂസിഫിക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഇനി നിങ്ങളോട് സംസാരിക്കണമെന്നില്ല, അല്ലെ സംസാരിക്കത്തില്ല. പിന്നെ അതിനുശേഷം പറയുക, ഈ ലോകത്തിന്റെ റൂളർ അല്ലെ, അവൻ വരുന്നു, പക്ഷെ അവന് എന്നിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പിശാചിനെ പറ്റിയാ പറയുന്നത്. പിശാച് ലോകത്തിന്റെ നാഥനാണല്ലോ ഇപ്പോഴും, അല്ലെ? നാഥൻ എന്നല്ല, നാഥൻ ദൈവം തന്നെ. ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചാണല്ലോ. നമ്മുടെ ജീവിതത്തിലല്ല. ഇപ്പോൾ തന്നെ ഒന്ന് വിചാരിച്ചു, നമ്മുടെ ജീവിതം എടുക്കുവാണെങ്കിൽ 2 ലോകങ്ങളാ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ഒരു ലോകം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, പിശാചിന്റേതായിട്ടുള്ള ലോകമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നമ്മളായിരിക്കുന്ന ഒരു ലോകം, അല്ലെ? യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളും ഹോളി സ്പിരിറ്റ് ഗോഡും എല്ലാം അടങ്ങുന്ന ഒരു ലോകം ഇപ്പോഴും. പിശാചും അവന്റെ മക്കളും അവനിൽ വിശ്വസിക്കുന്നവരും ഈ ലോകവുമെല്ലാം വേറെ ലോകം, അല്ലെ? ഇങ്ങനെ പാരലായിട്ട് 2 ലോകങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ലോകം കംപ്ലീറ്റ്ലി യേശുവിൻ്റെതാകുന്ന ഒരു സമയം വരും. കംപ്ലീറ്റ് യേശുവിന് കിട്ടുന്ന സമയം വരുന്നുണ്ട്, അല്ലെ? യേശു അത് പിടിച്ചടക്കുന്ന സമയം വരുന്നു. ഇപ്പൊ തന്നെ മരണത്തെയും പാതാളത്തെയും എല്ലാം പിടിച്ചടക്കിയിരുന്നു, അടക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ രണ്ടാമത്തെ വരവ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് കൺട്രോൾ, അല്ലെ? യേശു ഏറ്റെടുക്കും. പിശാചിനെ തുഴിച്ച് പാതാളത്തിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴേക്കും, അല്ലെ? അപ്പൊ അവനെ കെട്ടി പാതാളത്തിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ദൈവം കംപ്ലീറ്റ് അധികാരത്തിലേക്ക്, പവറിലേക്ക്. ഇപ്പോഴും അധികാരം ഇല്ലെന്നല്ല പറയുന്നത്, എല്ലാത്തിന്റെ അധികാരം യേശു തന്നെയാണ്. പക്ഷെ ഇപ്പോഴും യേശു അനുവദിച്ചു ഇരിക്കുകയാണ് പിശാചിന്. തന്റെ യേശുവിന്റെ വർക്ക്, യേശുവിലേക്ക് വരാനുള്ള ആൾക്കാര് കംപ്ലീറ്റ് ആയിട്ട് വന്നതിന് ശേഷം, അല്ലെ? അപ്പൊ അതിനു വരെ ദൈവം അനുവദിച്ചു, ആ ഒരു സമയം വരെ പിശാചിന് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് കഴിയുമ്പോഴേക്കും യേശുവിലേക്ക് വരാനുള്ള ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ചേർന്നതിന് ശേഷം പിന്നെ പിശാചിനെ ചവിട്ടി കൂട്ടി കെട്ടി പാതാളത്തിൽ കൊണ്ടിടുന്നു, അല്ലെ? അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് യേശുവിൻ്റെതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പം യേശു ഇങ്ങനെ പറയുക, എന്താ പറയുക, എന്റെ സമയമെടുത്തു, ക്രൂസിഫിക്ഷൻ സമയമെടുത്തിരിക്കുന്നു. പക്ഷെ ഈ റൂളർ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ ഇപ്പൊ ഭരണാധികാരി അവൻ വരുന്നു, പക്ഷെ അവന് എന്നിൽ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കംപ്ലീറ്റ്ലി എന്റെ പിതാവിന്റെ കയ്യിലേക്ക് എന്റെ ജീവിതത്തെ കൊടുത്തിരിക്കുകയാണ്, അല്ലെ? പിശാചിന് എന്റെ പുറത്ത് ഒരു അവകാശമോ അധികാരമോ ഒന്നും തന്നെ ഇല്ല. അവന് എന്റെ ഉള്ളിൽ ഒരു സ്ഥാനവുമില്ല. അവൻ എന്നെ ടെംപ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എന്നെ പരീക്ഷിക്കാൻ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കത്തില്ല. അവൻ എന്റെ ജീവിതത്തിൽ ഡിപ്രഷനും ഒപ്രഷനും ആങ്സൈറ്റിയും എന്താ പറയാ, അങ്ങനെ പേടിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന അത് നടക്കാൻ പോകുന്നില്ല, അത് നടക്കത്തില്ല. അവൻ എന്തൊക്കെ ആയിട്ട് വന്നെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ പിതാവിന്റെ ഹിതമനുസരിച്ച് നടക്കുന്നത്, അല്ലെ? ഞാൻ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും, അല്ലെ? ഞാൻ അത് ചെയ്തതിനു ശേഷം ഞാൻ വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യും. ഈ പിശാച് എന്ന് പറഞ്ഞവന് യാതൊരു കാര്യമില്ല എന്നിൽ. അപ്പൊ അത് ദൈവം നമ്മളോട് പറയുക, നമ്മളെ ദൈവത്തിന്റെ യേശുവിന്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെ, പിശാച് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഉണ്ടായിരിക്കത്തില്ല. പിശാചിന് തന്നെയല്ല, എന്താ പറയുക, ദൈവത്തിന്റെ എന്താ പറയാ, ജഡ്ജ്മെന്റിന്റെ അടിയിൽ നമ്മൾ വരത്തില്ല, അല്ലെ? റോമക്കത്തിൽ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു കണ്ടംനേഷനും ഇല്ല. യേശുവിലായിരിക്കുന്നവർ അതുമാത്രം പോലെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു ജഡ്ജ്മെന്റും ഇല്ല, ഒരു കണ്ടംനേഷൻ പിന്നെ അവർക്ക് വരുന്നില്ല, അല്ലെ? കാരണം അവരുടെ ജീവിതം നയിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്, അല്ലെ? പരിപൂർണരായിരിക്കും നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ നയിക്കുമ്പോൾ സത്യത്തിന്റെ വഴി കൂടെ മാത്രം നടത്തത്തുള്ളൂ. കാരണം ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിന്റെ സ്പിരിറ്റ് ആണ്, അല്ലെ? സത്യത്തിലേക്ക് മാത്രമേ നടത്താൻ ഹോളി സ്പിരിറ്റ് ഗോഡിന് സാധിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് അനുസരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ സത്യത്തിന്റെ പാത, ജീവന്റെ പാതയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു പിന്നെ കുറ്റങ്ങൾ ഉണ്ടാവില്ല. നമുക്കൊരു ന്യായവിധിക്ക് കാരണമായിട്ട് അതിന്റെ പാത്രങ്ങളായിട്ട് നമ്മൾ വരത്തില്ല, അല്ലെ? പിശാചിനും നമ്മളുടെ പുറത്ത് ഒരു കാര്യം ഉണ്ടാവത്തില്ല, അല്ലെ? അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളും ദൈവത്തിൽ
ദൈവത്തോട് ആയിരിക്കുക എന്നാണ് ദൈവം നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ 139 പോകുമ്പോൾ 16 വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ 139:16 ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിശ്ചയിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവ എല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ നിന്റെ കണ്ണ്, ഞാൻ അൺഫോംഡ് ആയിരുന്നപ്പോൾ തന്നെ, എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നീ എന്നെ കണ്ടതാണ് പിതാവേ. എൻ്റെ ദിവസങ്ങളിൽ അത് എല്ലാം എൻ്റെ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അല്ലെ. അങ്ങ് എൻ്റെ ദിവസങ്ങളെല്ലാം അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വിചാരിക്കുക, ഈ ദൈവം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭവിക്കുന്നില്ല. ചില ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ ഭവിക്കുന്നില്ല. എന്താണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ദൈവം ഫ്രീ വില്ലായിട്ട് നമ്മൾക്ക് ഫ്രീ വില്ല് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനെ വാഴ്ത്തുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം ഹോളി സ്പിരിറ്റ് ഗോഡ് നയിക്കുന്ന രീതിയിൽ നമ്മുടെ ഫ്രീ വില്ല് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഈ ദൈവം എന്താ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മളെപ്പറ്റി ദൈവത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ നടക്കുകയും അവന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഫ്രീ വില്ല് നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മൾ സൈലന്റ് ആക്കുകയും നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശബ്ദത്തിന് യാതൊരു പ്രാധാന്യം, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കമാൻഡ്മെന്റിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ പിതാവ് നമ്മൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ദിവസം ഒരു കാര്യവും പോലും നമ്മൾ ചെയ്യത്തില്ല. ദൈവത്തിന്റെ ഹിതത്തിലും പ്രകാരം നമ്മൾ വരത്തില്ല. അങ്ങനെയാകുമ്പോൾ അവിടെ പ്രൊട്ടക്ഷനും ഇല്ല, അവിടെ ദൈവത്തിന്റെ കരുണയൊന്നും കൂടെ ഉണ്ടായിരിക്കത്തില്ല. അതൊന്നും നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം ജീവിക്കുന്ന വ്യക്തികളും നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും കാര്യമില്ല. അത് മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും കാര്യമില്ല. നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 28-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിൽ 28 തന്നെ പറഞ്ഞിരിക്കുന്നത്, ഡ്യൂട്ടറോണമിന്റെ 28 പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദൈവത്തെ അനുസരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? ഇസ്രായേൽ മക്കളോടാണ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളോടൊപ്പം കൂടെ ബാധകമാണല്ലോ. അപ്പൊ ദൈവത്തെ അനുസരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഇപ്പൊ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ വായിക്കും വളരെ മനോഹരമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്, നമ്മള് യഹോവയുടെ വാക്കനുസരിച്ച് ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹപ്പെടും, വയൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ വേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവും കുഴയ്ക്കാവുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുന്നിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിക്കായി നിന്റെ നേരെ വരും, 7 വഴിക്കായി നിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകും. അപ്പോൾ നിനക്കെതിരായിട്ട് വരുന്ന ശത്രുവിനെ ഞാൻ ഓടിക്കും എന്നാ പറഞ്ഞു. സകലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിനക്കെതിരായിട്ട് ഉയർന്ന ഒരു വാക്കുകളോ ഒരു വാളോ ഒന്നും തന്നെ നിനക്ക് എതിരായിട്ട് ഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അനുസരണയോടെ നടക്കുകയാണെങ്കിൽ അല്ലെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും അല്ലെ, ഇപ്പം ജീവിതത്തിൽ ഭയങ്കര പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നു, ഭയങ്കര അസുഖങ്ങള്, പ്രാരബ്ധങ്ങള്, ഭയങ്കര പ്രശ്നത്തിൽ കൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അല്ലെ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം ഫ്ലോപ്പായി തീരുന്നു, ആകപ്പാടെ പ്രശ്നം, ഡിപ്രഷൻ, ഒപ്രഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണു വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ എവിടെ വെച്ചാണ് നമ്മൾ യേശുവിനോട് വിശ്വസ്തത പുലർത്താതിരുന്നത്? എവിടെ വെച്ചാണ് നമ്മൾ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നത് അല്ലെ? എവിടെ വെച്ച എന്ത് തരത്തിലുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മളൊന്ന് വിചാരിച്ചോണ്ടാവും. നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയോണ്ടാൽ മാത്രം മതി അല്ലെ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാതിരുന്നപ്പോഴാണ് അവർക്ക് സകല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂട്ടിയത്.
അല്ലെ. ദൈവം ഇത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇനി ബാക്കി താഴേക്കുള്ള വാക്കുകൾ വെക്കുമ്പോൾ 28-ാമത്തെ അധ്യായം മൊത്തം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് ആവർത്തന പുസ്തകത്തിന്റെ 28-ാമത്തെ അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഡ്യൂട്രോണമിന്റെ 28. അവരോട് ദൈവം പറഞ്ഞിരുന്ന, നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ദൈവം പറഞ്ഞിരുന്നു. അത് മൊത്തം അല്ലെ അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. അത് തന്നെ അവരുടെ ജീവിതത്തിൽ നടന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അനർത്ഥങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉള്ളപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, എവിടെയോ നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നു. എവിടെയോ ഒരു അനുസരണക്കേടല്ല, നമ്മൾ എവിടെയൊക്കെയോ ദൈവത്തിൽ നിന്ന് അകലത്തിലാണ്, എവിടെയൊക്കെയോ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് അല്ലെ അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുക, തിരിച്ചവനിലേക്ക് ചെല്ലുക, റിപ്പന്റ് ചെയ്തുകൊണ്ട് തിരിച്ചവനിലേക്ക് ചെല്ലുക. സകലതും ദൈവം ശരിയാക്കി തരിക തന്നെ ചെയ്യും അല്ലെ. അപ്പോ അതാണ് ദൈവത്തിന്റെ ഹൃദയം. നമ്മള് എന്നും പ്രോസ്പെരിറ്റിയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മുടെ ആത്മാവ് പ്രോസ്പെറസ് ആകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയും പ്രോസ്പെറസ് ആയിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അല്ലെ. അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ഥാനം ഉണ്ടാകത്തില്ല. നമ്മൾ യേശുവിനോട് ഒബീഡിയന്റ് ആയിരിക്കുകയാണെങ്കിൽ അല്ലെ, ഒബീഡിയന്റ് ആയിരിക്കുകയാണെങ്കിൽ. പിന്നെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പിശാചിന് തുറന്നു കൊടുക്കുന്ന പല വാതിലുകളുണ്ട് അല്ലെ. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ നിൽക്കാതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സ്ട്രോങ് ഹോൾഡുകളായിട്ട് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുപോയി തന്നെ ചെയ്യും. അപ്പൊ നിത്യജീവന് ആവശ്യമായിട്ടുള്ള ഈ ലോകത്തില് എന്താ പറയുക, ജീവിതത്തിനും പിന്നെ ഗോഡ്ലിനെസ്സിനും അല്ലെ അതിനുമായിട്ടുള്ള സ്പിരിച്വൽ ഗോഡ്ലിനെസ്സിനും ആവശ്യമുള്ള സകല കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നുണ്ട്. 2 പത്രോസിലെ 1-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ വാക്കുന്ന ദൈവം പറഞ്ഞിരിക്കുന്നു, നമുക്ക് ജീവിക്കാൻ ദൈവികപരമായിട്ടുള്ള ജീവൻ ജീവിക്കുന്നതിന്, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നതിനുള്ള സകല കാര്യങ്ങളും ദൈവം തന്റെ വചനം വഴി നമുക്ക് തന്നിരിക്കും, എല്ലാം തന്നിരിക്കും. നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് അല്ലെ, വിശ്വസ്തയോടുകൂടി നമ്മള് അനുസരണയോടുകൂടി ദൈവത്തില് നിന്നാൽ മാത്രം മതി. അങ്ങനെ അനുസരണയോടെ നിൽക്കുന്ന വ്യക്തികളുടെ മുകളിൽ യാതൊരു വിധത്തിലുള്ള കാര്യമില്ല പിശാചിന്, യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല അല്ലെ. ദൈവം നമ്മൾക്ക് ചുറ്റും ഗാർഡ് ഏഞ്ചൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുക. 91-ാം സങ്കീർത്തനത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാലിൽ കല്ലിൽ പോലും തട്ടാത്ത രീതിയിൽ ദൈവം നമ്മളെ ഗാർഡ് ഏഞ്ചൽസിനെ നമ്മുടെ ചുറ്റും നിർത്തിയിരിക്കുകയാണ് അല്ലെ ദൈവം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് കൂട്ടാളിയായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മുടെ ഉള്ളില് വസിപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസ്പെരിറ്റി, ജീവിതത്തിന്റെ എല്ലാ മേഖലയും പ്രോസ്പെരിറ്റി നമ്മുടെ പിതാവിന്റെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിന്റെ പ്രോസ്പെരിറ്റിയാ ദൈവത്തിന്റെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ. അപ്പൊ അത് തന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അനുസരണയുള്ള വ്യക്തികളായിരിക്കാം അല്ലെ, അനുസരണയുള്ള വ്യക്തികളായിരിക്കാം, വചനത്തിൽ വേരൂന്നിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കാം അല്ലെ. അപ്പോ വചനം എന്ന വാളുകൊണ്ട് അല്ലെ പിശാചിനെ തലയടിച്ച് പൊട്ടിക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ ദൈവത്തില് അനുസരണയായിട്ട് നടക്കുന്ന വ്യക്തികളായിരിക്കുമ്പോൾ ദൈവം ആ ഒരു പവർ, ആ ഒരു അതോറിറ്റി നമുക്ക് തരിക തന്നെ ചെയ്യും അല്ലെ. സ്കീവന്റെ 7 മക്കള് പിശാചിന്റെ ടീമിനെ ഓടിക്കാൻ ശ്രമിച്ച, ദുരാത്മാക്കൾ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് സാധിച്ചില്ല. പക്ഷെ പോളിനെ അറിയാമായിരുന്നു ജീസസ് ക്രൈസ്റ്റിനെ. ഓഫ് കോഴ്സ് ദൈവമല്ലേ ജീസസ് ക്രൈസ്റ്റ്, അപ്പൊ അറിയാൻ പറ്റും പിശാചിനെ. പക്ഷെ പോളിനെ അറിയാമായിരുന്നു പിശാചിന്റെ അല്ലെ. ദൈവത്തിന്റെ എന്താ പറയുക, സെർവന്റ് ആയിരിക്കുന്നത് പോൾ തന്നെ പറ്റി എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, ബോൺ സെർവന്റ് ആണ് യേശുവിന്റെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായിരുന്നു പോളിന്റെ ജീവിതവും, അത് തന്നെയായിരുന്നു പോളിന്റെ മനസ്സും അല്ലെ. അപ്പൊ പോളിനെ പറ്റി പിശാചിന് അറിയാമായിരുന്നു, പക്ഷെ സ്കീവന്റെ മക്കളെ പറ്റി പിശാചിന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ആരാ ചോദിക്കേണ്ട കാര്യം വന്നു അല്ലെ. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളായിരിക്കാം, ദൈവത്തിന്റെ ഒപ്പം ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം നമുക്ക് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വെപ്പൺ നമ്മൾക്കെതിരായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. നമ്മള് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന വ്യക്തികളാണെങ്കിൽ ഒരു വെപ്പണും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആയുധവും നമുക്കെതിരായിട്ട് ഫലിക്കത്തില്ല.
അത് ഗ്യാരണ്ടീഡ് ആണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ. നമ്മൾ പിന്നെ അനുസരണ ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ തന്നെ ദൈവത്തിന്റെ നഗലത്തിലായിരിക്കും. അങ്ങനെയാകുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കും, ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ചുകൊണ്ടാണ് പിതാവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ പ്രശസ്തും കൂടി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ തന്നെ പിശാചിന് എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കട്ടെ നമ്മൾ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് കർത്താവെ. അനുസരണമുള്ള വ്യക്തികളായിക്കുള്ള കൃപ നടന്ന് അപേക്ഷിക്കുക. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ വചനം അനുസരിച്ച് അങ്ങ് പറയുന്നത് കേട്ടുകൊണ്ട് കർത്താവ് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുനാമത്തിനാമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുനാമത്തിനാമേ. എന്ത് കേട്ടേ നന്ദി. ദൈവത്തിനകത്ത് മാത്രം.